നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുന്നതിനിടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധ നേടുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമലയായിരുന്നു മണ്ഡലത്തെ ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിക്കൊടുത്ത വിഷയം. എന്നാൽ ഇത്തവണ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ചർച്ചയാകുന്നത്. LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിൽ LDF പ്രചാരണ രംഗത്ത് ഇപ്പോൾ സജീവവുമാണ്. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ UDF സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചിട്ടില്ല. എങ്കിലും ആന്റണി സജീവമായി രംഗത്തുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെ ചുവർ എഴുത്ത് ഇവർ നടത്തുന്നുമുണ്ട്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന അനിൽ ആന്റണിയെ ദേശീയ നേതൃത്വം ആദ്യഘട്ട പട്ടികയിൽ ഇടം നൽകി പത്തനംതിട്ടയിലേക്ക് അയച്ചപ്പോൾ പിന്നാലെ എത്തിയ PC ജോർജിന് പരിഗണിക്കാത്തതിനാലാണ് വിവാദത്തിലേക്ക് നീങ്ങുന്നത്. പാർട്ടി പ്രവർത്തകരുടെയും സാമുദായിക നേതാക്കളുടെയും പിന്തുണയോടെ പത്തനംതിട്ടയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും PC ജോർജ് ഒരു വട്ടം പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാകും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജില്ലയിലെ BJP പ്രവർത്തകർ വിവിധ യോഗങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തിരുന്നു. മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികൾക്ക് എതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തിയായിരുന്നു PC ജോർജിന്റെ രംഗപ്രവേശം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വാധീനമാണ് അദ്ദേഹത്തെ ഇവിടത്തേക്ക് പരിഗണിക്കാൻ കാരണമായത്. പൂഞ്ഞാറ് മണ്ഡലത്തെ ദീർഘകാലം നിയമസഭയിൽ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ് PC ജോർജ്. ഈ പരിചയവും നേരത്തെ തന്നെ സമീപ മണ്ഡലമായ പത്തനംതിട്ടയുമായുള്ള അടുപ്പവും തുണയാകുമെന്നും അദ്ദേഹം കരുതിയിരുന്നു. നിലവിലെ MP UDFിലെ ആന്റണിയും ഇതേ മേഖലയിൽ നിന്നുമാണ്. അതിനാൽ ഇവിടെ വോട്ടിൽ കാര്യമായ വിള്ളൽ ഉണ്ടാകുമെന്നും ഇതിലൂടെ നേട്ടം കൊയ്യാം എന്നുമായിരുന്നു ഇടതു മുന്നണിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അനിൽ സ്ഥാനാർത്ഥിയായി വരുന്നതോടെ പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളിക്കാർ തന്റെ കൂടെ നിൽക്കും എന്നാണ് ആന്റോയുടെ വിശ്വാസം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് കളം പിടിച്ചിരിക്കുന്നത്. BDJS ഉയർത്തിയ ശക്തമായ പ്രതിഷേധമാണ് ദേശീയ നേതൃത്വത്തെ ഇത്തരം ഒരു അട്ടിമറി നീക്കത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ജോർജിന് പകരം PS ശ്രീധരൻപിള്ള, സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും അവസാന നിമിഷം വരെ പരിഗണനയിലുണ്ടായിരുന്നു. PC ജോർജിനെ നിർത്തിയാൽ കിട്ടുമായിരുന്ന ക്രൈസ്തവ വോട്ടുകൾ അനിലിലൂടെ ഉറപ്പിക്കാമെന്നും നേതൃത്വം കരുതുന്നു. അതേസമയം അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ BJP പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരാശയും പങ്കുവയ്ക്കുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.